ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് ഗോതമ്പ് ചിക്കൻ അലീസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കല്യാണ വീടുകളിലും സൽക്കാരത്തിനും ഒക്കെ മുസ്ലിംസിൻ്റെ വീട്ടിൽ നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതാണെങ്കിലോ കാണുമ്പോൾ വിചാരിക്കും കുറേ പണിയുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അത്ര പണിയൊന്നുമില്ല. ഒരു കറി വെക്കുന്ന, ഒരു മീൻ കറി ഉണ്ടാക്കുന്ന അത്രയും പണിയേ ഇതിനുള്ളൂ. 500 ഗ്രാം ഗോതമ്പ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. 500 ഗ്രാം ഗോതമ്പ് കൊണ്ടൊരു നമുക്കൊരു 8 ആക്കെല്ലാം കഴിക്കാനുള്ള അലീസ ഉണ്ടാവും. അപ്പം ഉണ്ടാക്കിയാലോ, ഒരു കുക്കർ എടുക്കുക. ഒരു 8 മണിക്കൂറോളം വെളുത്ത ഗോതമ്പ് കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമുള്ളത് 5 പീസ് ചിക്കൻ, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കന്. അതിനുശേഷം ഒരു 10 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നടുക കീറിയ മതി. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്താലും മതി കേട്ടോ. പക്ഷേ ചെറിയുള്ളിയാണ് ടേസ്റ്റ്. പിന്നെ 5 ഏലക്കായ ചതുക്കാതെ അപ്പാടെ ഇട്ടെടുക്കുക. 4 ഗ്രാമ്പു, 10 മണി കുരുമുളക് ചതുക്കരുത് കേട്ടോ, അപ്പാടെ ഇട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറഞ്ഞു പോയാൽ ഇത് വേഗത്തിൽ അടി പിടിച്ചു പോവും. അതുകൊണ്ട് വെള്ളം ഇത്രയും ചേർക്കണം കേട്ടോ. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിഞ്ഞതിന് ശേഷം സിമ്മാക്കി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വെന്തോട്ടെ. അപ്പോഴേക്കും ഒരു വലിയ തേങ്ങേൻ്റെ ഒരു മുറി ചെറുകിയെടുത്തത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു 5 ഏലക്കായ കൂടി ചേർക്കണം കേട്ടോ. അതെന്നോട് പറയാൻ മറന്നുപോയതാണ്. എന്നിട്ട് ഒരരിപ്പ കൊണ്ട്, ജ്യൂസിൻ്റെ അരിപ്പയിലാണ് കേട്ടോ അരിച്ചെടുക്കേണ്ടത്. ചെറിയ അരിപ്പയിലാവുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടും കിട്ടൂല. അതുകൊണ്ട് ഇതുപോലത്തെ അരിപ്പയിൽ അരിച്ചെടുക്കുക. എന്നിട്ട് ആ പിഴിഞ്ഞെടുത്തത് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ട് അതിൻ്റെയും കൂടി പാലെടുക്കുക. അപ്പോൾ ഗോതമ്പ് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് ശേഷം ഇത് തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി, ഒന്ന് ചിക്കൻ എല്ല് വരെ ഇളകി പോകും കേട്ടോ. എല്ല് വരെ കാണൂല. ഇറച്ചിനെ പിന്നെ പറയും വേണ്ട, നൂല് പോലെ ഉണ്ടാവും ചിക്കൻ. അപ്പോൾ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇളക്കിക്കൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിപ്പിടിച്ച് പോവും. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഇതിൻ്റെ വെള്ളം ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടി വെക്കും. അതുകൊണ്ട് വെള്ളം അതേ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് തിള വന്ന് അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 10 ചെറിയുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്രേ പണിയുള്ളൂ. അതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഈ അലീസ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ഈ നമ്മളിത് പൊരിച്ച് എടുത്ത ചെറിയുള്ളി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പഞ്ചസാര കൂട്ടിയിട്ടും തേൻ കൂട്ടിയിട്ടെല്ലാം കഴിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും